ശ്രീകൃഷ്ണൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, നീ ധർമ്മം പാലിച്ചാൽ നിനക്ക് വേദന വരില്ല എന്ന്. പക്ഷേ അദ്ദേഹം പഠിപ്പിച്ചത്, വേദന വന്നാലും നീ നിന്റെ സ്വഭാവം നശിപ്പിക്കരുത് എന്നതാണ്. ജീവിതം എന്തുകൊണ്ട് പലപ്പോഴും അനീതിയാകുന്നു? കാരണം നമ്മൾ ജീവിക്കുന്നത് ഒറ്റയ്ക്കല്ല. മറ്റുള്ളവരുടെ തെറ്റായ തീരുമാനങ്ങളും നമ്മുടെ ജീവിതത്തെ ബാധിക്കും. നീ ശരിയായാലും മറ്റുള്ളവർ തെറ്റിയാൽ നീ വേദനിക്കും. ഇത് ദൈവത്തിന്റെ ശിക്ഷയല്ല, ഇത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. ധർമ്മം എന്താണ് നിനക്ക് നൽകുന്നത്? ധർമ്മം എന്നത് നിന്റെ എല്ലാ കാര്യങ്ങളും നീ ഉദ്ദേശിച്ചതുപോലെ നടക്കും എന്നല്ല. പക്ഷേ ധർമ്മം നിനക്ക് ഒരു കാര്യം ഉറപ്പ്: സ്വയം വെറുക്കേണ്ടി വരാത്ത മനസ്സമാധാനമുള്ളൊരു ജീവിതം. നീ രാത്രി ഉറങ്ങുമ്പോൾ ഞാൻ ആരെയും വഞ്ചിച്ചില്ല എന്നു പറയാൻ കഴിയുന്ന മനസ്സ്. ഇത് ചെറിയ കാര്യമല്ല. ഇന്നത്തെ മനുഷ്യന് വേണ്ട ഭക്തി, ഇന്നത്തെ കാലത്ത് ഭക്തി എന്നത് നിനക്ക് അനീതിയെ ചോദ്യം ചെയ്യാൻ ധൈര്യം തരുന്നതാണ്. നിന്നെ അടിമയാക്കുന്നതല്ല, നിന്നെ നിശബ്ദനാക്കുന്നതല്ല, നിന്നെ ബോധമുള്ളവനാക്കുന്നതാണ്. ജീവിതത്തിൽ ചില നിമിഷങ്ങൾ വരും. അപ്പോൾ നമ്മൾ ശക്തരാണെന്ന് സ്വയം പറഞ്ഞാലും ഉള്ളിലറിയാം, ഇപ്പോൾ നമ്മൾ തളർന്നിരിക്കുകയാണ്. വാക്കുകൾക്ക് ശക്തിയില്ല, ആശ്വാസം നൽകുന്നവർ കുറവാണ്. ചുറ്റും ആളുകളുണ്ടെങ്കിലും ഒറ്റപ്പെടൽ തോന്നുന്ന സമയം. അവിടെയാണ് പലർക്കും ദൈവം ഓർമ്മ വരുന്നത്. പിന്നെ ഒരു സംശയം: ഇത് ദൗർബല്യമല്ലേ? എനിക്കിത്രയും ശക്തിയില്ലേ? ഇത് ചോദിക്കുന്നത് തെറ്റല്ല. തളരുന്നത് ദൗർബല്യമല്ല, തളരുന്നില്ലെന്ന് അഭിനയിക്കുന്നത് ആണ് അപകടം. മനുഷ്യനെ വേദനയുടെ നടുവിൽ നിൽക്കാൻ ശക്തനാക്കിയതാണ്. രക്ഷയും വളർച്ചയും തമ്മിലുള്ള വ്യത്യാസം: രക്ഷയെന്നത് നിനക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. വളർച്ചയെന്നത് സംഭവിച്ചാലും നീ തകരാതിരിക്കാൻ പഠിപ്പിക്കുന്നതാണ്. രക്ഷ കിട്ടാത്തപ്പോൾ നമ്മൾ കരുതും, ദൈവം എന്നെ വിട്ടു. പക്ഷേ വളർച്ച നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അത് തിരിച്ചറിയില്ല. ഒരു ലളിതമായ ഉദാഹരണം: ഒരു കുട്ടി വീഴുമ്പോൾ അമ്മ അവനെ എപ്പോഴും വീഴുന്നതിന് മുൻപ് പിടിച്ചാൽ ആ കുട്ടി ഒരിക്കലും നടക്കാൻ പഠിക്കില്ല. അമ്മ വേദന കാണുന്നില്ല എന്നല്ല, പക്ഷേ നടക്കാൻ പഠിക്കേണ്ട സമയത്ത് വേദന ഒഴിവാക്കുന്നത് കുട്ടിയെ ദുർബലനാക്കും. ജീവിതത്തിലും ഇതേ കാര്യമാണ്. നമ്മുടെ വേദന ദൈവം കാണുന്നില്ല എന്നല്ല, പക്ഷേ എല്ലാ വേദനയും ഒഴിവാക്കിയാൽ നമ്മൾ ജീവിതം നേരിടാൻ പഠിക്കില്ല.